നെടുങ്ങാടപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഈ മകൾക്ക് പറയാനുള്ള സാക്ഷ്യം, ഈ മകള് വളരെ കഷ്ടതയിലും പ്രയാസത്തിലുമായിരുന്നു ഇവരുടെ ജീവിതം. വീടില്ലായിരുന്നു, വീടിന് വേണ്ടിയിട്ട് വളരെ ആഗ്രഹിച്ചു. എന്നാൽ ഇവർക്ക് വീട് കിട്ടുന്നതിന് മുൻപേ ഇവർക്ക് കിട്ടിയ സൗഖ്യം എന്ന് പറഞ്ഞാൽ ഈ മകളുടെ ഉള്ളിൽ കൈവിഷമായിരുന്നു. അവിടെ ഞങ്ങൾ പോയി പ്രാർത്ഥന നടത്തി. അന്ന് ശിവബ്രദർ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയം മുതൽ ഈ മകളുടെ കൈവിഷം ഛർദ്ദിക്കാൻ തുടങ്ങി. ഏതാണ്ട് 1 മണിക്കൂറോളം ഈ മകള് കൈവശം ഛർദ്ദിച്ചു. അതിനുശേഷം അതിൽ നിന്ന് ഭയങ്കര വിടുതൽ കിട്ടി. അവരുടെ ഭവനത്തിൽ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതുപോലെയാണ് ഇപ്പോൾ വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തൊണ്ടയ്ക്കൊരു മുഴയുണ്ടായിരുന്നു, അതും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാണ് മാറി കിട്ടിയത്. ഇവരിവിടെ കടന്നു വന്നത് ഞങ്ങൾ ആരും പോയി വിളിച്ചിട്ടല്ല. ഞങ്ങളുടെ ഒരു പോസ്റ്റർ നെടുങ്ങാടപ്പള്ളി ഒരു പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. അതിന്റെ ഫോൺ നമ്പർ നോക്കി അത് വായിച്ചിട്ട് തമ്പി ബ്രദർ ഇങ്ങോട്ട് ബ്രദറിനെ വിളിച്ച് ചോദിച്ച് അങ്ങനെ ഇവിടെ വന്നതാണ്. അവർക്കിപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ മകളുടെ ഉള്ളിൽ കൈവശമുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത് പുറത്തു വരുന്നത് പറഞ്ഞപ്പോൾ ഈ മകളിൽ നിന്ന് കൈവശം പുറത്തു വന്നു. അതിനുശേഷം കുടുംബത്തിൽ മൊത്തത്തിൽ അനുഗ്രഹമായി ബ്രേക്കായി കിടന്ന വർക്കുകൾ, കോൺട്രാക്ട് വർക്കറാണ് തന്റെ ഭർത്താവ്, കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുകയാണ്. അതിനുശേഷം വർക്കുകൾ ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങി. വീടിന്റെ പണി, പുതിയ വീട് വെക്കാൻ തുടങ്ങി. ഒത്തിരി അനുഗ്രഹങ്ങൾ തനിക്ക് കിട്ടാൻ തുടങ്ങി. കടങ്ങളെല്ലാം വീഴാൻ തുടങ്ങി. എല്ലാ മേഖലകളിലും അവർ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. മാത്രമല്ല മകളുടെ കഴുത്തിൽ മഴയുണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായ മഴ അപ്രത്യക്ഷമായി എല്ലാ മേഖലകളിലും കർത്താവിനെ അനുഗ്രഹിച്ചതിന്റെ കാലം അടിച്ച് കർത്താവിനെ സ്തുതിക്കാം.